പൂച്ചയ്ക്കെന്ത് പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്ന് നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട്. സമാനമായൊരു ചോദ്യം, ഇന്ത്യയുടെ ഭരണഘടനയിൽ ദൈവത്തിന് എന്താണ് കാര്യം? ആ ചോദ്യം അല്പം വ്യത്യസ്തമായിട്ട് ചോദിച്ചാൽ, ഇന്ത്യയുടെ ഭരണഘടന നിർമ്മിച്ചപ്പോൾ ദൈവത്തിന് അവിടെ എന്തെങ്കിലും ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നോ? ഈ ചോദ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇത് ചിന്തിക്കുവാൻ എന്നോടൊപ്പം ലൈഫ് ഫോക്കസിൻ്റെ പ്രേക്ഷകർക്ക് വളരെ പരിചിതനായ മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ശ്രീ ജെയിംസ് ഒറീസ് ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. കുറേ കാലം മുമ്പ് നടന്ന ഈ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ആ സമയത്തും അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞാ വേളയിലുമൊക്കെ ഏറെ ചർച്ചാ വിഷയമായ ഒന്നാണ് ഈ ഇന്ത്യയുടെ ഭരണഘടന. പലരും ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ. അങ്ങനെ നമ്മുടെ ചിന്താധാരയിലേക്ക് ഭരണഘടന തിരികെ വന്നൊരു കാലഘട്ടമായിരുന്നു അത്. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും അധികം രാഷ്ട്രീയ താരപരിവേഷം ഈ ഭരണഘടനയ്ക്ക് ലഭിച്ച ഒരു കാലഘട്ടമായിരുന്നു അതെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്താണ് ഈ ഭരണഘടനയുടെ കാലിക പ്രസക്തി? അതിൽ നമുക്ക് തുടങ്ങാം. ശരിയാണ്. ഈ ഇലക്ഷൻ പ്രചരണ കാലഘട്ടങ്ങളിലും അതുപോലെ സത്യപ്രതിജ്ഞാ സമയത്തുമൊക്കെ ഭരണഘടന എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വന്നു. ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ ഭരണകക്ഷിക്ക് 400-ലധികം സീറ്റ് കിട്ടിയാൽ, അതായത് ഭരണഘടന അമെൻഡ് ചെയ്യാനുള്ള 2/3 ഭൂരിപക്ഷത്തിലധികം കിട്ടിയാൽ ഒരു പക്ഷെങ്കിൽ ഭരണഘടനയിൽ വളരെ കാതലായ മാറ്റങ്ങൾ വരുത്തുമോ എന്നൊക്കെ ഒരു വിഭാഗം ജനങ്ങൾക്കും ആശങ്കപ്പെട്ടിരുന്നു, പാർട്ടികൾക്കും ഒക്കെ ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രചരണകാലത്തൊക്കെ എങ്ങനെയെങ്കിലും 2/3 ഭൂരിപക്ഷം കിട്ടാത്ത ഒരവസ്ഥയിൽ എത്തിക്കണം എന്നുള്ള ഒരു വാശി പൊതുവെ പ്രതിപക്ഷ നിരകളിൽ കാണാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഭരണഘടന തീർച്ചയായിട്ടും ഒരു ചർച്ചാ വിഷയമായി. മാത്രമല്ല, പിന്നീടും അത് ഒരു പ്രധാന വിഷയമാക്കി കൊണ്ടുപോകാനായിട്ട് പ്രതിപക്ഷം തീരുമാനിച്ചായിട്ടും തോന്നുന്നു. അതുകൊണ്ട് സത്യപ്രതിജ്ഞാ സമയത്ത് ഇപ്പോഴത്തെ പാർലമെന്റിലെ ചർച്ചകളിലും ഒക്കെ തന്നെ ഭരണഘടന മുഴച്ചു നിൽക്കുന്നുണ്ട്. അവരെല്ലാം കയ്യിൽ ചെറിയ പുസ്തകം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓരോ ഇന്ത്യക്കാരനും മനസ്സ് കുളിർപ്പിക്കുന്ന അമൂല്യമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനകളിൽ ഒന്നാണ് ഇന്ത്യയുടെ ഭരണഘടന. ഓക്കെ, അതിന് പ്രത്യേക ഒരു പ്രസക്തി ഉണ്ടോ ഈ ഭരണഘടനയ്ക്ക്? തീർച്ചയായിട്ടും. അതായത് ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടുന്നു, അവിടുത്തെ പൗരന്മാർക്ക് എന്തൊക്കെ സ്വാതന്ത്ര്യങ്ങൾ അനുവദിക്കപ്പെടുന്നു, അവകാശങ്ങൾ അനുവദിക്കപ്പെടുന്നു, ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്ന ഭരണഘടനയാണ്. മാത്രമല്ല, ഭരണഘടനയാണ് ഏറ്റവും കാതലായിട്ടുള്ള നിയമം എന്ന് പറയുന്നത്. ബാക്കി എല്ലാ നിയമനിർമ്മാണങ്ങളും ഭരണഘടനയുമായിട്ട് ചേർന്ന് പോകത്തക്ക വിധത്തിലേ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. മാത്രമല്ല, ഇന്ത്യയെ സംബന്ധിച്ച് ഭരണഘടനയുടെ അടിസ്ഥാന ആ ഘടന മാറ്റാനായിട്ട് പാടില്ലെന്ന് തന്നെ ഒരു സുപ്രീം കോടതി ഓർഡർ ഉണ്ട്. കേശവാനന്ദ ഭാരതി കേസിലാണ് അത് സംഭവിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എത്ര കാലം ഇന്ത്യ നിലനിൽക്കുന്നുവോ അത്രത്തോളം കാലം എല്ലാവരും ബഹുമാനിച്ച് എല്ലാവരും അനുസരിച്ചു പോകേണ്ട, നമ്മളെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. ഇത്ര ആസ്വാദ്യകരമായ ഒരു ഗ്രന്ഥം എന്നൊക്കെ ഇതിനെ വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ഇത് ഈ വായനാ സൗഹൃദമല്ലാത്ത നിയമ പദാവലികളിൽ മുങ്ങിയ ഒരു പുസ്തകമാണ് എന്നിങ്ങനെ സാധാരണ പറയാറുണ്ട്. അങ്ങനെ വിവക്ഷ ഉണ്ട്. ഈ BR അംബേദ്കറാണ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതിയാണ് ഇതിന് രൂപം കൊടുത്തതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന ആ നീതിബോധത്തിൻ്റെ പശ്ചാത്തലം എന്തായിരിക്കാം? എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരിങ്ങനെ ഒരു സാധനം ക്രോഡീകരിക്കുന്നത്? തീർച്ചയായിട്ടും ഭരണഘടന നമ്മുടെ എല്ലാ നിയമങ്ങളുടെയും ഏറ്റവും കാതലായ രേഖ എന്നുള്ള നിലയ്ക്ക് അത് നിയമഭാഷയിൽ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനൊക്കെ, അതിൻ്റെ വ്യാഖ്യാനമൊക്കെ ശരിയായിട്ട് വരണമെങ്കിൽ അത് നിയമഭാഷയിൽ തന്നെ എഴുതണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ വായനാ ഭാഷയോ അല്ലെങ്കിൽ സംസാര ഭാഷയിലോ അത് എഴുതാനായിട്ട് കഴിയത്തില്ല. കാരണം അങ്ങനെ വന്നാൽ ഒരുപാട് അതിനെക്കുറിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങളും അല്ലെങ്കിൽ വാദഗതികളും ഒക്കെ കോടതികളിലൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിലും നിയമനിർമ്മാണ സമയത്ത് മന്ത്രിമാരെ ഉപദേശിക്കുന്ന കാര്യങ്ങളിലും അതുപോലെ നിയമസഭയിൽ ചർച്ച വരുന്ന കാര്യത്തിലുമൊക്കെ അൺആംബിഗ്വസ് ആയിട്ട് അല്ലെങ്കിൽ ആർക്കും ഒരു ആശയക്കുഴപ്പം വരാത്ത വണ്ണം വിശദീകരിക്കാൻ കഴിയുന്ന ഒരു രേഖയായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നിയമഭാഷ അതിനകത്ത് വന്നേക്കുന്നത്. എന്നാൽ അതിനകത്ത് നിറയെ അമൂല്യമായിട്ടുള്ള രത്നങ്ങളാണ് കുത്തി നിറച്ചിരിക്കുന്നത് എന്നുള്ളതിനൊരു സംശയവുമില്ല. അതിൽ നിഴലിട്ട് നിൽക്കുന്ന അനേക അടിസ്ഥാന സത്യങ്ങളുണ്ട്. നിയമത്തിന് മുന്നിലുള്ള തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, അതുപോലെ സഞ്ചാര സ്വാതന്ത്ര്യം, മതപരമായ സ്വാതന്ത്ര്യം,
വ്യക്തിപരമായ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള അനേക മഹത്തരമായിട്ടുള്ള ആശയ സംഹിതകളാണ് ഈ നിയമഭാഷയിൽ എഴുതി നമുക്ക് വേണ്ടി അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യം തന്നെ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പക്ഷെ അവരൊരു ശൂന്യതയിൽ നിന്നായിരിക്കത്തല്ലോ ഇത് രൂപം കൊണ്ടത്. ഏതെങ്കിലും ഒന്ന് നിലവിലിരുന്ന ഏതെങ്കിലും രാഷ്ട്രങ്ങളുടെ ഭരണഘടനയൊക്കെ അവർ താരതമ്യം ചെയ്തിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ റോമൻ ഭരണഘടനയാണ് അല്ലെങ്കിൽ റോമൻ നിയമങ്ങളാണ് ലോകമാസകലമുള്ള എല്ലാ രാഷ്ട്രങ്ങളുടെയും അവർ പുറകോട്ട് നോക്കി കണ്ട ഒരു നിയമാവലി എന്നിങ്ങനെ പറയാറുണ്ട്. അത് എത്രത്തോളം ശരിയാണ്? ശരിക്കും ഒരു എഴുതപ്പെട്ട നിയമസംഹിത എന്നുള്ള നിലയ്ക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ളത് മെസോപ്പൊത്തോമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ബാബിലോന്യ പ്രദേശങ്ങളിൽ പണ്ട് ഇറാഖിൽ നിലനിന്ന ഒരു രാജ്യത്തുണ്ടാക്കിയ ഹമ്മറാബി എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടാക്കിയ ഒരു പ്രമാണമായിരുന്നു. അതാണ് വാസ്തവത്തിൽ ശിലാലിഖിതങ്ങളിലൊക്കെ അത് ശിലാലിഖിതങ്ങളിൽ എഴുതപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതാണ് വാസ്തവത്തിൽ ആദ്യത്തെ നമ്മുടെ ഭരണഘടനയ്ക്ക് സമാനമായിട്ടുള്ള ഒരു രേഖ എന്ന് പറയാവുന്നത്. അതിനുശേഷമാണ് അത് 1700 BC അടുപ്പിച്ചാണ്. അതിനുശേഷമാണ് ബൈബിളിലെ പഴയ നിയമം അല്ലെങ്കിൽ ന്യായപ്രമാണം എന്ന് പറയുന്ന ആ ഒരു രേഖ നമുക്ക് ലഭ്യമായിരിക്കും. അത് ബൈബിളിന്റെ പഴയ നിയമത്തിൽ നിന്ന് ലഭ്യമാണ്. അത് ഏകദേശം 1450 BC അടുപ്പിച്ചാണ് അത് എഴുതപ്പെട്ടതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. റോമാരാജ്യം ക്രോഡീകരിച്ച ആ രേഖ ഉണ്ടാകുന്നത് നമുക്കറിയാം 4-ാം നൂറ്റാണ്ടിലാണ്, BC 4-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഹമ്മുറാബിയാണ് ആദ്യത്തെ രേഖ. പക്ഷേ ഹമ്മുറാബിയിൽ നിന്ന് വളരെയധികം ഘാതങ്ങള് ഈ പഴയ നിയമത്തിന്റെ ന്യായപ്രമാണം വന്നപ്പോഴത്തേക്ക് വന്നു കഴിഞ്ഞു. ഒരു പക്ഷെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും പിന്നീടുള്ള രേഖകളിലൊന്നും വന്നിട്ടില്ല. വ്യത്യസ്തമായിട്ടുള്ള ആലേഖനവും അല്ലെങ്കിൽ ആഖ്യാനങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ പിന്നീട് കാര്യമാത്ര പ്രസക്തമായ വ്യത്യാസമൊന്നുമില്ല. ഈ ഹമ്മുറാബിയിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ അത് മനസ്സിലാകും. ഒരേ കുറ്റം ചെയ്യുന്ന വിവിധ സ്ഥാനങ്ങൾക്കുള്ളവർക്ക് പല ശിക്ഷയായിരുന്നു. അത് പഴയ നിയമത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് വരുമ്പോൾ അത് വളരെ കൃത്യമായിട്ട് ഒരേ പല്ലിന് പല്ല് കാലിന് കാല് എന്നുള്ള ഒരേ തെറ്റ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഒരേ ശിക്ഷ എന്നുള്ള ക്രമത്തിലേക്ക് വന്നു. അതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വളരെയധികം പ്രാധാന്യം വന്നു, നീതിക്ക് വളരെയധികം പ്രാധാന്യം വന്നു. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, പഴയ നിയമത്തില് വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മറ്റു രാജ്യങ്ങളിൽ നിന്ന് കുടിയേറി പാർക്കുന്നവർക്കും ഇതേ പ്രമാണമായിരിക്കണം. അപ്പം വളരെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു പ്രമാണമായിരുന്നു വാസ്തവത്തില് പഴയ നിയമ അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ കൊടുത്തിരുന്ന പ്രമാണങ്ങൾ. അപ്പോൾ ഈ ബൈബിളിലെ പ്രമാണങ്ങൾ താങ്കൾ സൂചിപ്പിച്ചു. അത് യഹൂദന്റെ തോറ, ബൈബിളിലെ ആദ്യ ഖണ്ഡം അതാണല്ലോ, അവിടെയാണല്ലോ ദൈവം ന്യായപ്രമാണങ്ങൾ നൽകുന്നത്. അതാണല്ലോ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഉടലെടുത്തതാണ് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വന്നതാണ് റോമൻ ഭരണഘടന എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ പുറകോട്ടേക്ക് പോകേണ്ടി വരും. നമ്മൾ ബൈബിളിലൊക്കെ വായിക്കുന്നത് പോലെ BC 4000 അടുപ്പിച്ചുള്ള ഏതോ കാലഘട്ടത്തിലായിരിക്കണം മാനവ സൃഷ്ടി നടന്നത്. അന്നു മുതലേ ദൈവം വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് ബൈബിളൊക്കെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ആദാമിൻ്റെയൊക്കെ ആയുഷ്കാലം എന്ന് പറയുന്നത് 1000 വർഷത്തിനടുപ്പിച്ചായിരുന്നു, 930 വർഷമായിരുന്നു. അപ്പോൾ ആദാം ഒരു 5-6 തലമുറയൊക്കെ കണ്ടേച്ചാ പോകുന്നത്. അപ്പം ആദാം തൊട്ടുള്ളവർക്ക് കിട്ടിയ ദൈവിക വെളിപ്പാടുകളുടെ ഒരു സംഗ്രഹമായിട്ട് ഇങ്ങനെ കൈമാറി വന്ന അനേക പ്രമാണങ്ങൾ ആ കാലം തൊട്ടേ നിലവിലുണ്ട്. കാരണം പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവനെ വഴി നടത്തണേ തീർച്ചയായിട്ടും ദൈവം പ്രമാണം കൊടുത്തേ പറ്റും. അപ്പം ദൈവം പ്രമാണങ്ങൾ കൊടുത്തിരുന്നു. മാത്രമല്ല, കൊടുത്ത പല പ്രമാണങ്ങളും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ 5-6 അധ്യായങ്ങളിൽ കാണുന്നുമുണ്ട്. അപ്പം അന്ന് തൊട്ടേ ഉള്ള പ്രമാണങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ എഴുതപ്പെട്ടതായിട്ട് ശരിയാണ് പഴയ നിയമത്തിലാണ്, അല്ലെങ്കിൽ BC 1400 മോശയുടെ കാലത്താണ് ലഭിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ദൈവിക പ്രമാണങ്ങളും ദൈവിക ആശയങ്ങളും ഈ പ്രപഞ്ചത്തിൽ എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അപ്പം ആദാം തൊട്ട് മോശ വരെ നമ്മൾ നോക്കിയാൽ ഒരു ഈ റിലേ റേസ് പോലെ ഒരു 3-4 പേരുണ്ടെങ്കിൽ ഏകദേശം ആ കാലഘട്ടം മുഴുവൻ ഗ്യാപ്പ് ഫില്ല് ചെയ്യപ്പെടും. എന്ന് പറഞ്ഞാൽ ഏകദേശം ഫസ്റ്റ് ഹാൻഡ് നോളജ് പോലെ തന്നെ ആദാം 6-7 തലമുറകൾക്ക് വിവരങ്ങൾ കൊടുത്തു. ആ പിന്നുള്ള 6-7 തലമുറകൾക്ക് വിവരം കൊടുത്തു. അങ്ങനെ വരുമ്പോഴത്തേക്ക് വളരെ
ദൈവം ആദ്യം നൽകിയ പ്രമാണങ്ങൾ തന്നെ വളരെ സംക്ഷിപ്ത രൂപത്തിൽ ലോകത്തെല്ലാം പ്രചരിച്ചു കാണണം. അപ്പൊ താങ്കൾ പറയുന്ന അനുസരിച്ച് ആദ്യം വാമൊഴിയായി കൈമാറ്റം ചെയ്യപ്പെട്ടു, പിന്നെ വരമൊഴിയായി വരുന്നത്. അതാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോ ഇസ്രായേൽ ജനതയെ കുറിച്ച് പറയുമ്പോൾ അവര് അടിമത്തത്തിൽ രൂപം കൊണ്ട ഒരു സമൂഹമാണ്. ഈജിപ്തിലെ അടിമത്തത്തിലാണ് അവർ നേഷനായിട്ട് ഫോം ചെയ്തത്. അപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ ആദ്യമായി അവര് സ്വതന്ത്രമായി പുറത്തേക്ക് വരുന്നു, കനാൻ ദേശത്തേക്ക് അവരുടെ നാട്ടിലേക്ക് വരുന്നു. അപ്പൊ ആ ഘട്ടത്തിൽ ഒരു രാഷ്ട്രത്തിന്റെ രൂപീകരണത്തിൽ ഒരു ഭരണഘടനയും നിയമാവലിയും ആവശ്യമായിരുന്നു. അപ്പൊ മോശയിലൂടെ ദൈവം അവർക്ക് യഹൂദന്മാർക്ക് നൽകിയ പ്രമാണങ്ങൾ, ആ യഹൂദന്മാരുടെ വിശ്വാസധാര അനുസരിച്ച് ഇത് ദൈവം അവർക്ക് നേരിട്ട് മോശയിലൂടെ നൽകിയത് എന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ 10 കൽപ്പനകൾ തന്നെ ദൈവത്തിന്റെ സ്വന്തം കൈപ്പടയിൽ എഴുതിയത് എന്നാണല്ലോ പറയുക. അപ്പൊ ദൈവത്തിന്റെ ഒരു പങ്കാളിത്തം കൂടെ ഈ നിയമസംഹിത രൂപം കൊള്ളുന്നതിൽ അല്ലെങ്കിൽ ഭരണഘടന രൂപം കൊള്ളുന്നതിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരില്ല. തീർച്ചയായിട്ടും. അതായത് ഈ ഗുഡ് ആൻഡ് ഈവിളിന് നമുക്കല്ലാതെ ഒരു ഭൗതിക എക്സ്പ്ലനേഷൻ പറ്റത്തില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ പരിണാമ സിദ്ധാന്തം വഴി നന്മയും തിന്മയും ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ കഴിയത്തില്ല. കാരണം പരിണാമം അടിസ്ഥാനപരമായിട്ട് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. അപ്പം മറ്റുള്ളവരെ കൊന്ന് തിന്ന് എന്റെ തലമുറ വർദ്ധിപ്പിക്കുന്ന പ്രമാണമാണ് പരിണാമം. അതുവഴി നന്മയും അല്ലെങ്കിൽ മോറൽ കോഡ്സ് വന്നെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പം ദൈവദത്തമായിട്ടേ പ്രമാണങ്ങൾ വരാൻ പറ്റത്തുള്ളൂ. ലോകത്തിലെ ഒരു നിരീശ്വരനും ഒരു പരിണാമവാദിക്കും അല്ലാതെ ഒരു എക്സ്പ്ലനേഷൻ കണ്ടെത്താൻ സാധിക്കത്തില്ല. അങ്ങനെയാണ് നിഗ്രഹിക്കുക അത്രേ ഉള്ളൂ. നിഗ്രഹിച്ച് അവന്റെ ഊർജം കൂടെ ഉൾക്കൊണ്ട് നമ്മുടെ തലമുറകളെ വളർത്തിയെടുക്കുക. പരിണാമം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് അതാണ്. അപ്പൊ അതിനകത്ത് നന്മയ്ക്ക് അല്ലെങ്കിൽ മൊറാലിറ്റിക്ക്, ധാർമ്മികതയ്ക്ക് യാതൊരു പ്രസക്തിയുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവം വഴിയെ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ നിയമപരതയ്ക്ക് വേണ്ടിയുള്ള ധാർമ്മികതയ്ക്ക് വേണ്ടിയുള്ള പ്രമാണങ്ങൾ വരാൻ സാധിക്കത്തുള്ളൂ. അതാ ഞാൻ മുമ്പേ പറഞ്ഞേ. അപ്പൊ ഈ ആദാമിൽ നിന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന തലമുറകൾക്ക് മാത്രമല്ല, എല്ലാ തലമുറകൾക്കും ഈ ദൈവിക ആശയങ്ങൾ കടന്നു പോയിട്ടുണ്ടാവണം. പക്ഷേ ഇതൊരു കോഡായിട്ട് ദൈവം എഴുതി കൊടുക്കുന്നത് യഹൂദന്മാർക്കാണ്. കാരണം ദൈവം അവരെ ഒരു രാജ്യമാക്കി മാറ്റുന്നു. വാസ്തവത്തിൽ ആദ്യകാലത്ത് ദൈവം തന്നെ അവരുടെ രാജാവും. അപ്പൊ അതുകൊണ്ട് അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങള്, ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങള്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങള് ഇതെല്ലാം ദൈവം തന്നെ പറഞ്ഞു കൊടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ന്യായപ്രമാണത്തിൽ ഈ വിവിധ തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കാണുന്നത്. സെറിമോണിയൽ പ്യൂരിറ്റി ഒക്കെ വലിയൊരു പ്രധാന ഘടകമാണ്, ആചാരപരമായിട്ടുള്ള വിശുദ്ധിയൊക്കെ. അവിടെ ഒരു ഉപചോദ്യം എനിക്കുള്ളത്, ഇപ്പം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രത്തെ ദൈവം തെരഞ്ഞെടുത്ത് അവർക്ക് പ്രത്യേകമായ ഒരു ഭരണഘടന അല്ലെങ്കിൽ നിയമസംഹിത കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതെ. അപ്പോൾ അതിൽ നിന്നാണ് പിന്നീട് പല ലോക രാഷ്ട്രങ്ങളിലേക്ക് അത് പടർന്ന് പന്തലിക്കുന്നത്. അതെ. അപ്പോൾ ഒരു സാമ്പിളായിട്ട്, ഒരു മോഡലായിട്ട് ഇവർക്കത് കൊടുത്തു. അങ്ങനെ ദൈവം ആ ഒരു കൂട്ടത്തെ അതിനുവേണ്ടി കൂടെ തെരഞ്ഞെടുത്തു എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അതായത് ദൈവവും ലോകജാതിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം, ഇടപെടലുകളെല്ലാം അബ്രഹാമിന്റെ കാലശേഷം അബ്രഹാമിന്റെ വർഗം വഴിയാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോകം എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ള ദൈവത്തിന്റെ ആശയമാണ് ന്യായപ്രമാണത്തിൽ കാണുന്നത്. അപ്പൊ അതൊരു മോഡൽ തന്നെയാണ്, എല്ലാവർക്കും മോഡൽ തന്നെയാണ്. പിന്നീടുള്ള ചരിത്രം പരിശോധിച്ചാലും അങ്ങനെ തന്നെയാണ്. റോമൻ നിയമങ്ങൾ നോക്കിയാലും ഈ ബൈബിളിലെ ന്യായപ്രമാണത്തിന്റെ ധാരാളം ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ ഹമ്മുറാബി പറഞ്ഞു. ഹമ്മുറാബിയിൽ നിന്ന് ബൈബിളിലേക്ക് വന്നപ്പോഴത്തേക്ക് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് വ്യത്യാസം വന്നു. എന്നാൽ പിന്നീട് ന്യായപ്രമാണത്തിൽ നിന്ന് റോമാ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആ വ്യത്യാസം കാണുന്നില്ല. അതിന്റെ കാരണം ഒരു സുപ്പീരിയർ കോഡ് ദൈവം തന്നെ അവർക്ക് കൊടുത്തതാണ്. പക്ഷേ അതാണ് പിന്നീടുള്ള രാജ്യങ്ങളും ഒക്കെ ഒരു മോഡലായിട്ട് സ്വീകരിച്ചെന്ന് വേണം ചിന്തിക്കാൻ. നമ്മൾ പറഞ്ഞു തുടങ്ങിയത് നമ്മുടെ ഈ ചുമന്ന പുസ്തകത്തെ ആധാരമാക്കിയാണ്. അപ്പൊ ഇന്ത്യയുടെ ഭരണഘടന, ഇതിന്റെ പിന്നിലേക്ക് പോകുമ്പോൾ ലോകത്തെ മുഴുവൻ ഒരു വലിയ ലോകരാഷ്ട്രമായിരുന്ന അന്നത്തെ റോമൻ സമൂഹത്തിന്റെ ഭരണഘടന അതിന്റെ പിന്നിലുണ്ടായിരുന്നു. റോമൻ ഭരണഘടന നമ്മൾ ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ലിഖിത രൂപത്തിൽ നമുക്ക് ലഭ്യമായ യഹൂദന്റെ ഭരണഘടന ഉണ്ട്. യഹൂദന്റെ നിയമസംഹിത ഭരണഘടനയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കൈ അല്ലേ? അപ്പോ അൾട്ടിമേറ്റ്ലി ഭാരതത്തിന്റെ ഉൾപ്പെടെയുള്ള സമസ്ത ലോകരാഷ്ട്രങ്ങളുടെയും ഭരണഘടനയുടെ നിർമ്മിതിയിൽ ദൈവത്തിന്റെ വിരൽപ്പാടുകൾ ഉണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. തീർച്ചയായിട്ടും. നമ്മൾ ഇന്ത്യൻ ഭരണഘടന പരിഗണിക്കുമ്പോൾ ഒരു പടിയും കൂടെ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി മറ്റനേക രാജ്യങ്ങളുടെ ഭരണഘടനയും പരിശോധിച്ചായിരുന്നു. ഇതിൽ മിക്കതും ക്രിസ്തീയ രാജ്യങ്ങളുമായിരുന്നു. അവര് നേരത്തെ ന്യായപ്രമാണവും മറ്റ് അന്ന് ലഭ്യമായിരുന്ന സംഹിതകളെല്ലാം പരിശോധിച്ച് ബൈബിളിനും ദൈവത്തിനും വളരെ സ്വാധീനമുള്ള ഭരണഘടനകൾ ഉണ്ടാക്കിയ രാജ്യങ്ങളായിരുന്നു. ഞാൻ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ സമിതി പരിഗണിച്ച കുറെ കോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ കുറെ ഭരണഘടനകളുടെ ഉദാഹരണം പറഞ്ഞാൽ UK
ഒരു പ്രധാന സോഴ്സ് ആയിരുന്നു. അമേരിക്ക US-ന്റെ ഭരണഘടന പരിശോധിച്ചിട്ടുണ്ട്, ഓസ്ട്രേലിയയുടെ ഭരണഘടന പരിശോധിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അയർലൻഡിന്റെ ഭരണഘടന പരിശോധിച്ചിട്ടുണ്ട്, സൗത്ത് ആഫ്രിക്കയുടെ ഭരണഘടനയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്, ഫ്രാൻസിന്റെ ഭരണഘടനയിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ശരിക്കും ആദ്യം ദൈവം മനുഷ്യന് വ്യക്തിപരമായിട്ട് ഓരോ സമയത്ത് വെളിപ്പെടുത്തി കൊടുത്തു. അത് ജനങ്ങളിലൊക്കെ അത് സംക്രമിച്ചു, അവര് വിവിധ തലങ്ങളിൽ അത് ഉപയോഗിച്ചു. അതിനുശേഷം അതൊരു എഴുതപ്പെട്ട പ്രമാണമായിട്ട് ന്യായപ്രമാണത്തിൽ കൊടുത്തു. അത് പിന്നീട് ലോകത്തിലെ പല രാജ്യങ്ങളും അത് പകർത്തി ഭരണഘടനകളുണ്ടാക്കി. അങ്ങനെ വന്ന് ആധുനിക യുഗത്തിൽ വന്നപ്പോൾ ആധുനിക രാജ്യങ്ങൾ ചെയ്ത ഭരണഘടനയും കൂടെ പരിശോധിച്ചാണ് ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയത്. താങ്കൾ നേരത്തെ പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചു ഈ സോ കോൾഡ് ക്രിസ്ത്യൻ കൺട്രീസ്, US UK ഉൾപ്പെടെയുള്ളവര്, അവര് ബൈബിളിന്റെ സ്വാധീനവും അവരുടെ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ ഉണ്ടായിരുന്നു എന്ന്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭാരതത്തിന്റെ ഈ ഭരണഘടന തയ്യാറാക്കുന്നതിൽ ക്രിസ്തീയമായ സ്വാധീനവും ബൈബിളിന്റെ സ്വാധീനവും ഇൻഡയറക്റ്റ് ആയിട്ടുണ്ടായി എന്ന് പറയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഇക്വിറ്റി, നീതി എന്നൊക്കെ പറയുന്ന കൺസെപ്റ്റ് തീർച്ചയായിട്ടും ദൈവദത്തം തന്നെയാണ്. അത് ഈ ഭരണഘടനകളിലൂടെ തന്നെയാണ് നമ്മുടെ വിധാതാക്കൾ അങ്ങനെയാണല്ലോ നമ്മുടെ ഭരണഘടന രൂപീകരിച്ചത്. പക്ഷേ ഇതിന്റെ റൂട്ട് എടുത്താൽ, അല്ലെങ്കിൽ ഇതിന്റെ വേരുകൾ നമ്മൾ തേടിപ്പോയാൽ ബൈബിളിൽ തന്നെ അല്ലേ, ദൈവത്തിലാ. പക്ഷെ അവിടെ ഒരു സംശയമുള്ളത്, ഇത്രമാത്രം ഇക്വിറ്റിയെ കുറിച്ചൊക്കെ പ്രഖ്യാപിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ പ്രതിനിധികൾ എന്ന് വേണം വിശേഷിപ്പിക്കാവുന്ന ബ്രിട്ടീഷുകാരൊക്കെ ഇവിടെ വന്നപ്പോൾ ഇവിടെ സമത്വത്തിന് വിരുദ്ധമായിട്ട് അവര് അടിമകളെ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ കാണുന്നില്ലേ? അതെ. അതെങ്ങനെ ഇത് രണ്ടും കൂടി ചേർന്ന് പോവുക? അതെ, ഒരു നല്ല പ്രമാണം ഉള്ളത് കൊണ്ട് മാത്രം എല്ലാവരും അത് അനുസരിക്കണമെന്നില്ല. പക്ഷെ പ്രമാണത്തിൽ തെറ്റു വന്നാൽ അതനുസരിക്കുന്നതിന്റെ ചുമതല പ്രമാണത്തിനാണ്. അത് നന്മ മാത്രം ഒരു പ്രമാണത്തിൽ വന്നിട്ടും ആളുകൾ അത് അനുസരിക്കുന്നില്ലെങ്കിൽ ചെയ്യുന്നവരുടെ മറ്റൊരു വീക്ഷണകോണിൽ നോക്കുമ്പോഴേ ഈ രാജ്യങ്ങളൊക്കെ അവരവരുടെ രാജ്യത്തെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. വാസ്തവത്തില് ന്യായപ്രമാണത്തിൽ അങ്ങനെയല്ല. ഏലിയൻസിന് അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് സമ്പൂർണമായിട്ടും അതത് രാജ്യത്തെ നിയമം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. പക്ഷേ ഈ രാജ്യങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ അവരുടെ ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ ഒരു ചെറിയ അളവ് വരെയെങ്കിലും ഒരു സ്വാർത്ഥതയുടെ ഘടകം അവിടെ ഉണ്ടായിരുന്നു. അവരുടെ രാജ്യത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു സ്വാർത്ഥതയുടെ ഒരു ഘടകമുണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. പക്ഷെ അതിന് നമുക്ക് ആ പ്രാമാണിക ഗ്രന്ഥത്തെ കുറ്റം പറയാനായിട്ട് പറ്റില്ല. ഇന്ത്യൻ ഭരണഘടന തന്നെ അനുസരിക്കാത്ത അനേകം ഇന്ത്യയിലുണ്ട്. പക്ഷേ സ്റ്റിൽ ഇറ്റ് ഈസ് റേറ്റഡ് ആസ് ദ ബെസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നിട്ടും ഇത് ഏറ്റവും നല്ല ഭരണഘടനയായിട്ട് പരിഗണിക്കപ്പെടുന്നു. അപ്പം അതാ പ്രമാണങ്ങളുടെ തകരാറല്ല, അത് നടപ്പിലാക്കുന്നവരുടെ ബലഹീനതയാണ് ആയിട്ട് പരിഗണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പൊ ഇന്ത്യൻ ഭരണഘടന, ഇത് താങ്കളിപ്പോ പറഞ്ഞു ബെസ്റ്റ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. എന്നാൽ അപ്പോൾ തന്നെ മാനുഷികമായ പരിമിതികൾ ഇതിനുണ്ട്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും ഭരണഘടനയ്ക്ക് അമെന്റ്മെന്റ് ഒക്കെ വേണ്ടി വരുന്നത്. എന്നാൽ ഇതിന്റെയൊക്കെ റൂട്ട് ആയിട്ടുള്ള ഏറ്റവും പിന്നിലുള്ള ദൈവത്തിന്റെ ഭരണഘടന, ദൈവത്തിന്റെ നീതി വ്യവസ്ഥ, അതിന് യാതൊരു മാറ്റവും ഒരിക്കലും ഉണ്ടാകേണ്ടി വരുന്നില്ല എന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. അപ്പൊ അതിലെ ദൈവിക പ്രമാണത്തിലെ ഏറ്റവും കാതലായ പ്രമാണം എന്ന് പറയുന്നത് ഏതാണ്? അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവിക പ്രമാണത്തിലെ കാതലായ പ്രമാണം എന്ന് പറയുന്നത് നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ളത്. അത് നമ്മൾ പഴയ നിയമത്തിലും കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക അതൊരു പുതിയ നിയമപ്രമാണമാണ്. പഴയ ന്യായപ്രമാണത്തിൽ തന്നെ കാണുന്നുണ്ട്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, അതുപോലെ നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പരദേശിയെ കരുതുക, ഇങ്ങനെയൊക്കെയുള്ള പ്രമാണങ്ങൾ. അത് പാലിക്കപ്പെടണമെങ്കിൽ നീതി ഒരു അടിസ്ഥാന ഘടകം തന്നെയാണ്. അതായത് തെറ്റുകൾക്ക് ന്യായമായ ശിക്ഷ എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ബൈബിളിൽ പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണെന്നൊക്കെയുള്ള പ്രമാണങ്ങൾ ബൈബിളിൽ വന്നത്. വാസ്തവത്തിൽ ലോകത്തിലെ ഇന്നും എല്ലാ നിയമവ്യവസ്ഥയിലും അങ്ങനെയാണ്. അതായത് ഒരാൾ ചെയ്യുന്ന തെറ്റിന് ആനുപാതികമായ ശിക്ഷ കൊടുക്കണം. പക്ഷെ ഇപ്പോഴത്തെ നിയമങ്ങളിലൊക്കെ അത് നമ്മൾ ഡിഫൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് കൊല്ലുന്ന ആളിന് മരണശിക്ഷയായിരുന്നു ശിക്ഷയെങ്കിൽ ഇപ്പോഴ് നമ്മുടെ നിയമപുസ്തകങ്ങളിൽ വ്യത്യസ്തമായ ശിക്ഷകൾ എഴുതിയിട്ടുണ്ട്. ചിലപ്പം ഒരു ജീവപര്യന്തമായിരിക്കാം, അങ്ങനെയുള്ള വിവിധ ശിക്ഷാക്രമങ്ങളുണ്ട്. പക്ഷെ അവിടെയും അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഗവൺമെന്റ് നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ആനുപാതിക ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പം സ്നേഹം, നീതി, ന്യായം, ഇത് തന്നെയാണ് ദൈവിക നിയമക്രമങ്ങളുടെ കോർ എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിന്റെ നീതി എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രമാണമായി പറയാറുള്ള ഒന്നാണല്ലോ പാപത്തിന്റെ വേതനം നിത്യമായ മരണമാണ് എന്ന് ദൈവിക പ്രമാണത്തിലാണ്. അപ്പോൾ ആ ഒരു പ്രസ്താവനയുടെ സമകാലിക പ്രസക്തി എന്താ?
ഇന്നും പാപം ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ തെറ്റിലാകപ്പെടുന്ന വ്യക്തിക്ക് നിത്യമായ മരണം എന്നുള്ളതാണോ? തീർച്ചയായിട്ടും. അതായത് ഇപ്പം നമ്മുടെ വ്യവസ്ഥിതിയിൽ തന്നെ നമ്മുടെ ഭരണഘടന അനുസരിച്ചുണ്ടാക്കിയ ഇന്ത്യയിലെ നീതിന്യായങ്ങളെ വിധിക്കുന്ന കോടതികൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന പ്രാമാണിക ഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കിയാലും ഒരാളുടെ തെറ്റിന്റെ ഗൗരവം പരിഗണിക്കുന്ന രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, എത്ര അറിഞ്ഞുകൊണ്ടാണ്, എത്ര മനഃപൂർവ്വമായിട്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട്, അതിന് കൂടുതൽ ഗൗരവമുണ്ട്, കൂടുതൽ ശിക്ഷയുണ്ട്. രണ്ടാമത്തേത് ആരോടാണ് ചെയ്യുന്നതെന്നുള്ളതും പ്രധാനമാണ്. ഇപ്പം അറിവില്ലാത്ത രണ്ട് കുഞ്ഞുങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചാൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടത്തില്ല, കാരണം അവർക്ക് അതിനുള്ള കഴിവില്ല. അതേ സമയത്ത് ഒരു വിദേശ ഒരു പ്രസിഡന്റോ വല്ലോ ഇന്ത്യ വരുമ്പോൾ ഒരാൾ കയറി അടിച്ചാൽ ഒരു പക്ഷേ കൊടിയ ശിക്ഷ കിട്ടും. അവന് വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ചെന്ന് വന്നേക്കാം. രാജ്യദ്രോഹമാണല്ലോ ഒരു വിദേശ രാഷ്ട്രാധിപൻ വരുമ്പം അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആരോടാ ചെയ്യുന്നതെന്നനുസരിച്ചും എത്ര അറിഞ്ഞുകൊണ്ടാ ചെയ്യുന്നതനുസരിച്ചും തെറ്റിന്റെ ഗൗരവം വർദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ പാപങ്ങളെല്ലാം തന്നെ ദൈവത്തിനെതിരാ. ക്രിസ്തു തന്നെ പറയുന്ന ഒരു വാചകമുണ്ട്, ഈ ചെറിയവരിലൊരുത്തനോട് ചെയ്തത് എന്നോട് ചെയ്തു. അത് നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ നിയമപ്രമാണങ്ങളുടെ ഒരു കാർഡിനൽ പ്രിൻസിപ്പിൾ അല്ലെ അടിസ്ഥാന തത്വം തന്നെയാണ്. അതായത് ഇപ്പം നമുക്കറിയാം, ഒരുത്തനെ അടിക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ അടിക്കുന്ന കേസിൽ പോലും അടി കൊണ്ടവനല്ല അതിനകത്തെ പരാതിക്കാരൻ, സ്റ്റേറ്റാ. അപ്പം ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ ഒരു പൗരനെ വേറൊരു പൗരൻ ആക്രമിക്കുകയാണെങ്കിൽ അതിലെ കേസ് നടത്തിപ്പും പരാതിക്കാരനും ഒക്കെ സർക്കാർ തന്നെയാണ്. ഈ രാജ്യത്ത് നീതി നടപ്പിലാകണമെന്നുള്ള നിർബന്ധം നമ്മുടെ ഭരണഘടനയ്ക്ക് സ്റ്റേറ്റിന് അടി കിട്ടിയതിന് തുല്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം ഈ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിനെതിരാ. ഇപ്പൊ എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരാ. ദൈവത്തെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പറയാം ആത്യന്തികനായ ദൈവം എന്നോ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഗോഡ് എന്നോ ഒക്കെ പറയാം. ഇൻഫിനിറ്റ് ഗോഡിന് എതിരെയുള്ള ഇൻഫിനിറ്റ് ഗോഡിന് അനന്തനായ ദൈവത്തിനെതിരെയുള്ള പാപത്തിന്റെ ഗൗരവം എന്ന് പറയുന്ന അനന്തമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ആദാം തൊട്ട് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരൊക്കെ ചെയ്യുന്ന പാപങ്ങളുടെ ഗ്രാവിറ്റി, അതിന്റെ ഗൗരവം എന്ന് പറയുന്നത് അനന്തമാണ്. അതിന് അനന്ത ശിക്ഷയല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അവിടെ എനിക്കൊരു ചോദ്യമുള്ളത്, ഈ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതിന് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്താൽ അതിനൊരു ശിക്ഷയുണ്ട്, നമുക്കറിയാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഈ അനന്തമായ നിലയിൽ ദൈവത്തിന് വിരുദ്ധമായി ചെയ്യുന്ന ഈ കാര്യങ്ങളുടെ ആ ശിക്ഷയിൽ നിന്നുള്ള ഒരു മോചനം എങ്ങനെയാ സാധിക്കുക? അതെ, നമുക്കറിയാം. ഇപ്പം നമ്മുടെ നിയമപുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന അനുസരിച്ച് ഒരാൾ ചെയ്യുന്ന ക്രിമിനൽ കുറ്റത്തിന്, സിവിലിന് വേറെ പ്രമാണങ്ങളുണ്ട്, ക്രിമിനൽ കുറ്റത്തിന് ആനുപാതികമായ ഒരു ശിക്ഷ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് പരിഹാരമുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം തീർന്നു, ആ ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ദൈവത്തിനെതിരെയുള്ള കുറ്റകൃത്യങ്ങളുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അനന്ത ശിക്ഷയാണ്, നിത്യശിക്ഷയാണ്, അവസാനമില്ല. അപ്പൊ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എല്ലാ കാലത്തും അത് അനുഭവിച്ചുകൊള്ളുക എന്നുള്ളതാ, അല്ലാതെ വേറൊരു പരിഹാരമില്ല. പക്ഷേ സ്നേഹവാനായ ദൈവം, അബ്സല്യൂട്ട് ലവ് ഉള്ള ദൈവം, അല്ലെങ്കിൽ അനന്തമായ സ്നേഹമുള്ള ഒരു ദൈവം ഉണ്ടെങ്കിൽ അങ്ങനെ ആകാൻ പറ്റത്തില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. ദൈവത്തിന് പരിഹാരം അറിയത്തില്ലെന്ന് പറയാനും പറ്റില്ല, കാരണം സർവജ്ഞാനിയാണ്. അപ്പൊ സർവജ്ഞാനിയായ സർവസ്നേഹിയായ ദൈവത്തിന് ഒരു പരിഹാരം ഉണ്ടായാലേ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്ര പാവം ചെയ്യുന്ന ആളുകളെ ദൈവം എങ്ങനെയാ പൊറുക്കുന്നേ? സ്നേഹവാനായതുകൊണ്ട്, അബ്സല്യൂട്ട് ലവ്. അപ്പൊ അബ്സല്യൂട്ട് ലവ് ആയിട്ടുള്ള അല്ലെ ആത്യന്തികമായിട്ട് അല്ലെ സമ്പൂർണ്ണ സ്നേഹമായിരിക്കുന്ന ദൈവത്തിന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റൂ. അതിനുള്ള പരിഹാര മാർഗമായിട്ടാണ് നമ്മുടെ നിയമപുസ്തകങ്ങളിൽ എഴുതിയേക്കുന്ന പോലെ ഒരു 10 വർഷം ജയിലിൽ കിടക്കുക, അതുകൊണ്ടൊന്നും ഇത് പരിഹരിക്കില്ല. നിത്യ ശിക്ഷാവധിക്ക് നമ്മൾ അർഹരാണ്. നമ്മുടെ ശിക്ഷ ഏറ്റെടുക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് പകരമായിട്ട് മരിക്കാനായിട്ടാണ് ദൈവം തന്നെ മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ അവതരിച്ചേ. അതാണല്ലോ യേശു ക്രിസ്തു. അപ്പം സാക്ഷാൽ ദൈവമായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ശിക്ഷ ഏൽക്കുമ്പോൾ ആ യേശു ക്രിസ്തു അനുഭവിക്കുന്ന ശിക്ഷയ്ക്കും അതിനും അനന്തമായ ഘനമാവുള്ളത്, അല്ലെങ്കിൽ വ്യാപ്തിയാവുള്ളത്. അപ്പൊ അങ്ങനെ മനുഷ്യന്റെ പാപത്തിന് മോചനം വരുത്താനായിട്ട് സാധിക്കത്തുള്ളായിരുന്നു. അപ്പം നിത്യശിക്ഷാവധിക്ക് യോഗ്യനായ മനുഷ്യന്റെ ഓരോ മനുഷ്യരുടെയും പാപത്തിനു പകരമായിട്ട് നിത്യനായ സർവജ്ഞാനിയായ സർവശക്തനായ ദൈവം മനുഷ്യാവതാരം എടുത്ത് നമുക്ക് പകരമായിട്ട് മരിച്ചു. ഒരു നിത്യനായ വ്യക്തിത്വത്തിന്റെ ഒരു സെക്കൻഡിലെ കഷ്ടാനുഭവത്തിന് തന്നെ നിത്യമായ പരിമാണമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചപ്പോൾ ലോകത്തിലെ സകല മനുഷ്യരുടെയും എക്കാലത്തുമുള്ള സകല മനുഷ്യരുടെയും പാപത്തിന് തത്തുല്യമായതിനേക്കാളും അനേകം മടങ്ങുള്ള ശിക്ഷ അനുഭവിച്ചു. ഈ നിയമനിർമ്മാതാവ് തന്നെ ശിക്ഷ ഏറ്റെടുക്കുന്ന
ഒരു വ്യവസ്ഥ. തീർച്ചയായും അതെനിക്ക് തോന്നുന്നു ദൈവത്തിന് മാത്രമേ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും സാധിക്കുള്ളൂ. പറ്റത്തുള്ളൂ. മാത്രമല്ല അതേ ഉള്ളൂ സൊല്യൂഷൻ. ഇപ്പം സാധാരണ രീതിയിൽ നമ്മൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന് കണക്കിലൊരു സംശയം ഉണ്ടെങ്കിൽ കൂട്ടത്തിലുള്ള ഒരു കുഞ്ഞിനോട് ചോദിക്കും. കുഞ്ഞിന് അറിയത്തില്ലെങ്കിൽ ടീച്ചറിനോട് ചോദിക്കും. ടീച്ചറിനും അറിയത്തില്ല ഏതെങ്കിലും ഒരു പ്രൊഫസറിനോട് ചോദിക്കും. അപ്പം കൂടുതൽ അറിവുള്ളവരുടെ അടുത്തേക്ക് പോയാൽ ഉത്തരം കിട്ടേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ സർവജ്ഞാനിയായ ദൈവത്തിന് പാപം എന്ന പ്രശ്നത്തിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഉണ്ടെങ്കിലേ പറ്റും. ഒരു ദൃഷ്ടാന്തം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, ഒരു ചെറിയ നാട്ടുരാജ്യം, അവിടുത്തെ ആളുകളെല്ലാം തെറ്റ് ചെയ്തപ്പോൾ അവർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. അപ്പോൾ രാജാവ് ശിക്ഷ വിധിച്ചു, എല്ലാവരെയും മുക്കാലിയിൽ കെട്ടി 30 അടി അടിക്കുക. 1-2 അടി അടിക്കുമ്പോൾ തന്നെ പുറം പൊളിയും. അപ്പോൾ പിന്നെ 30 അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവർക്ക് ആ കൂടെ ചെയ്യാവുന്ന ഒരു കാര്യം, ഈ നാട്ടുകാർക്ക് രാജാവിനോട് വേണമെങ്കിൽ ആവശ്യപ്പെടാം, ഞങ്ങളുടെ ശിക്ഷയുടെ എണ്ണം ഒന്ന് കുറച്ച് തരണം, 30 എന്നുള്ളത് 15 ആക്കുക, അല്ലെങ്കിൽ 5 ആക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിനപ്പുറത്തൊന്നും അവർ ആവശ്യപ്പെടാൻ പറ്റുകയില്ല. എന്നാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവ് തന്നെ രംഗത്ത് വന്ന് പറയുകയാണ്, നിങ്ങൾ ഒരടിയും കൊള്ളണ്ട, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 30 അടിയും ഏക്കാം, ഈ പ്രജകൾക്ക് വേണ്ടി മുഴുവൻ അടി ഞാൻ ഏറ്റെടുത്ത് കൊള്ളാം. ഇത് ഈ രാജാവിന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ പ്രജകൾക്ക് ഇങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ മനുഷ്യനുണ്ടാക്കുന്ന ഒരു ഭരണഘടനാ ക്രമത്തിൽ ശിക്ഷയുടെ ഒരു പരിണിതിയായിട്ട് ഇങ്ങനെ ഒരു കാര്യം സങ്കല്പിക്കാൻ കിട്ടില്ല. അത് ദൈവത്തിന്റെ പ്രമാണത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലെ? അപ്പൊ ദൈവം തന്നെ ഒരുക്കിയ ഒരു രക്ഷാ പദ്ധതിയാണ് യേശുവിലൂടെ ഉള്ളത് എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയും. തീർച്ചയായിട്ടും നിത്യമായ ശിക്ഷാവിധിക്ക് നിത്യനായ ഒരു വ്യക്തി പകരം ശിക്ഷ ഏറ്റാലേ അത് തീരാൻ കഴിയത്തുള്ളൂ. അതാണ് യേശുക്രിസ്തു ചെയ്തത്. നമ്മുടെ നിത്യമായ ശിക്ഷ യേശുക്രിസ്തു വഹിച്ചു ലോകത്തുള്ള സകല മനുഷ്യരുടെയും. അങ്ങനെ നമുക്ക് പാപപരിഹാരം വരുത്തുന്നു. ഈ ദൈവത്തിന്റെ നീതി നിവർത്തിക്കണേ ഇങ്ങനെ പറ്റുള്ളൂ. നമ്മുടെ ഭരണഘടന തന്നെ ഉദാഹരണം എടുത്താൽ, ഭരണഘടന വളരെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള, വളരെ നീതിപൂർവമായിട്ടുള്ള, ന്യായപൂർവമായിട്ടുള്ള ഒരു വ്യവസ്ഥിതിയാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളോട് ഏകപക്ഷമായിട്ട് ക്ഷമിക്കാൻ സർക്കാരിന് പോലും അവകാശമില്ല. ഒരു ലളിതമായ ചോദ്യം കൂടെ ഞാൻ അവസാനമായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ദൈവം ഒരുക്കിയ ഈ രക്ഷാമാർഗം, രക്ഷാപദ്ധതി, മനുഷ്യന്റെ തെറ്റിന്റെ ശിക്ഷയിൽ നിന്ന് അവനെ മോചിപ്പിക്കാനുള്ള ആ മാർഗം, അത് സ്വായത്തമാക്കാൻ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സാധിക്കുക? അവന്റെ സ്വന്തമായി രക്ഷ കൈവശപ്പെടുത്തുവാൻ എന്ത് ചെയ്യണം? ശരിയാണ്, ദൈവം ഒരു മാർഗമൊരുക്കി. ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപത്തിനു പകരമായിട്ട് നിത്യനായ ദൈവം മനുഷ്യാവതാരം എടുത്ത് ശിക്ഷ അനുഭവിച്ച് കോമ്പൻസേറ്റ് ചെയ്യുക, അല്ലെ പ്രതിപകരമായി തീരുക. പക്ഷേ മനുഷ്യന് ഒരു ഫ്രീ വില്ലുള്ള അല്ലെങ്കിൽ സ്വയേച്ഛയുള്ള സൃഷ്ടിയാണ്. അപ്പോൾ സ്വയേച്ഛയുള്ള മനുഷ്യൻ്റെ മേൽ ഇത് അടിച്ചേൽപ്പിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം അത് അവൻ തന്നെ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ അവനൊരു മെഷീൻ പോലെ ആയിത്തീരും, അല്ലെങ്കിൽ ഒരു മൃഗതുല്യനായിട്ട് മാറും. കയറ് കെട്ടി ഒരു കാളെ എങ്ങോട്ട് വലിക്കുന്ന അങ്ങോട്ട് പോകുന്നത് പോലെ. അപ്പം നന്മ പോലും അടിച്ചേൽപ്പിക്കാനായിട്ട് ദൈവത്തിന് ഇഷ്ടമില്ല. ആ സ്ഥിതിയിൽ മനുഷ്യൻ തന്നെ അത് സ്വീകരിച്ചേ പറ്റൂ. അപ്പം ഞാനൊരു പാപിയാണ്, എൻ്റെ ന്യായമായ ശിക്ഷ നിത്യ നരകശിക്ഷയാണെന്നുള്ള ബോധ്യം വന്ന് അതിനെക്കുറിച്ച് ദുഃഖിച്ച് അനുദപിച്ച് യേശുക്രിസ്തു എനിക്ക് പകരമായിട്ടാണ് മരിച്ചെന്ന് വിശ്വസിക്കുക. മാത്രമല്ല അതുകൊണ്ടും അവസാനിക്കുന്നില്ല, എനിക്ക് ഇനിയും ഈ ദൈവിക പ്രമാണം അനുസരിച്ച് ജീവിക്കണം എന്നൊരു തീരുമാനം കൂടെ എടുക്കണം. അതായത് ഇനി യേശുക്രിസ്തുവിനെ അനുസരിച്ച് ജീവിക്കാം എന്നുള്ള ഒരു തീരുമാനം കൂടെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഈ ഭരണഘടന അനുസരിക്കുമ്പോൾ അടിസ്ഥാനപരമായി ഞാൻ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായി തീരുന്നു എന്ന് പറയുന്ന പോലെ, ഈ ദൈവിക പ്രമാണത്തിലെ ഈ നീതി വ്യവസ്ഥ ഞാൻ അംഗീകരിക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഒരു അംഗമായി തീരുകയും, അല്ലേ, ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ള എൻ്റെ ആ വികാരം തിരിച്ചു പ്രകടിപ്പിക്കുകയും ചെയ്യുകയാണ്. നമ്മൾ ഇന്ത്യയിൽ ജനിച്ചു വളർന്നവരായതുകൊണ്ട് ജന്മനാ തന്നെ ഇന്ത്യൻ പൗരന്മാരാണ്. അതുകൊണ്ട് ഈ പൗരത്വത്തിന്റെ ആവശ്യത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ ബോധവാന്മാരല്ല. വെളിയിലുള്ള ഒരാൾ ഇന്ത്യയിൽ വന്ന് പൗരത്വം എടുക്കുക, അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ അമേരിക്കൻ പൗരത്വം എടുക്കുക ഉദാഹരണത്തിനായിട്ട്, അത് നമ്മുടെ ആളുകൾക്കൊക്കെ വളരെ പരിചിതമായ ഒരു കാര്യമാണ്. അപ്പോഴൊരു പ്രതിജ്ഞ ചെയ്ത് ഒപ്പിട്ട് കൊടുക്കണം, ഞാൻ അമേരിക്കൻ ഭരണഘടനയോട് വിധേയത്വവും കൂറും പുലർത്തിക്കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ എഴുതി ഒപ്പിട്ട് കൊടുക്കുമ്പോൾ ഒരു പുതിയ പൗരത്വം ലഭിക്കുക എന്ന് പറഞ്ഞതുപോലാണ് ഒരാൾ തീരുമാനമെടുക്കുക, ഞാനൊരു പാപിയാ, എൻ്റെ പാവങ്ങൾക്ക് പകരമായിട്ട് യേശുക്രിസ്തു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഇനി ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിച്ചുകൊള്ളാമെന്നൊരു തീരുമാനം എടുക്കുമ്പോൾ ഒരു പുതിയ പൗരത്വം അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാനം, ഒരു പുത്രസ്ഥാനം ലഭിക്കുക. അതാ ബൈബിൾ പറയുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നാം ഓർത്ത പോലെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ദിസ് എ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഹോൾ വേൾഡ് എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരം ഒരു ഭരണഘടന അതിൻ്റെ മൂല്യത്തിനൊട്ടും ചോർച്ച വരാതെ കാത്തു സൂക്ഷിക്കുവാൻ നാം ഏവരും പ്രതിജ്ഞാബദ്ധരാണ്. നമുക്ക് അത് മുൻപോട്ട് കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പോകാൻ ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇത് ജീവപര്യന്തം മാത്രമുള്ള ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിനപ്പുറവുമുള്ള ഒരു ഭരണഘടനയെക്കുറിച്ചാണ് നാം അല്പം മുൻപ് കേട്ടത്.
ദൈവത്തിൻ്റെ രാഷ്ട്രത്തിൽ അംഗങ്ങളായി തീർന്ന് ദൈവിക ഭരണഘടന പ്രകാരം ജീവിക്കുക അനന്തമാണ്. അനന്തമായ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു അനുഭവം കൈവരിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ഒരു പൈതലായി തീരുവാൻ നമുക്ക് ഇടയാകട്ടെ. നമ്മുടെ ഇന്നത്തെ ചിന്ത ആ നിലയിൽ പരിണമിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലൈഫ് ഫോക്കസിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.